ഗസയിൽ ഇസ്രായേലിന്റെ അതിരൂക്ഷമായ കരവ്യോമാക്രമണം നടക്കുകയാണ്. പതിനായിരക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്യുന്നു. ഏതാണ്ട് 50% മുകളിൽ ജനങ്ങൾ സിറ്റി വിട്ടു എന്നാണ് ഏറ്റവും പുതിയ കണക്ക്. നേരത്തെ അവിടെയുള്ളവരുടെ വിവരപ്രകാരം 2 കിലോമീറ്റർ സ്ഥലത്തൊക്കെ 10-20 ലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ദയനീയ സാഹചര്യം കൂടി അവിടെയുണ്ട്. ഭക്ഷണമില്ല, വെള്ളമില്ല, മരുന്നുകളില്ല, കൃത്യമായ ചികിത്സയില്ല. വലിയ ദുരിതത്തിലാണ് ആ പ്രദേശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊന്ന്, നിയമസഭയിൽ ഇന്ന് സുപ്രധാനമായ ഒരു ബില്ല് വരികയാണ്. വന്യമൃഗങ്ങളെ, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ജനങ്ങൾക്ക് അനുവാദം നൽകുന്ന ബില്ല്. അത് നിയമമാകാൻ ഒരു പക്ഷേ കാലതാമസം എടുത്തേക്കാം, പക്ഷെ അതും സുപ്രധാനമാണ്. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. ഗസയെ കത്തിച്ച് ഇസ്രായേലിന്റെ ആക്രമണം. 10,000-കണക്കിന് ആളുകൾ ജീവനം കൊണ്ട് രക്ഷപ്പെടുന്നു. കരയാക്രമണത്തിന് പുറമെ വ്യോമാക്രമണവും. കൂടുതൽ ഇസ്രായേൽ ടാങ്കറുകൾ ഗസയിലേക്ക്. വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ ഇന്ന് നിയമസഭയിൽ. ബില്ല് പ്രകാരം ജനവാസ മേഖലയിൽ മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ അധികാരം. സംസ്ഥാന നീക്കം കേന്ദ്ര നിയമത്തിന് വിരുദ്ധം. ഗവർണറുടെ അനുമതി ലഭിക്കുക എളുപ്പമാവില്ല. അടിസ്ഥാന പലിശ നിരക്ക് കുറച്ച് അമേരിക്കൻ ഫെഡറൽ റിസർവ്. തീരുമാനം തൊഴിൽ മേഖല ഊർജിതപ്പെടുത്താനെന്ന് ഫെഡ് ചെയർമാൻ. ഈ വർഷത്തെ ആദ്യ ഇളവിൽ ഓഹരി വിപണിയിൽ സമ്മിശ്ര പ്രതികരണം. വോട്ട് ചോരിയിൽ കൂടുതൽ വെളിപ്പെടുത്തലിന് രാഹുൽ ഗാന്ധി. രാവിലെ 10-ന് പാർട്ടി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം. വെളിപ്പെടുത്തൽ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിനെ കുറിച്ചെന്ന് സൂചന. തലസ്ഥാനത്ത് ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. പേട്ടയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തമിഴ്നാട് മധുര സ്വദേശികളായ വിനോദ്, ഹരിവിശാലാക്ഷി എന്നിവരാണ് മരിച്ചത്. ശബരിമലയിൽ ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. പുലർച്ചെ 5-ന് ക്ഷേത്രനട തുറന്നപ്പോഴാണ് രാഹുൽ ദർശനത്തിനെത്തിയത്. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട 16 വയസ്സുകാരനെ പീഡിപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കസബ പോലീസ് അറസ്റ്റ് ചെയ്ത് കിണാശ്ശേരി സ്വദേശി അബ്ദുൾ മനാഫിനെ. അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. ഏഷ്യാകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേർക്കുനേർ വരുന്നു. UAE-ക്കെതിരായ മത്സരത്തിൽ ജയിച്ചതോടെ പാകിസ്ഥാൻ സൂപ്പർ 4-ൽ. അവസാന നിമിഷവും ബഹിഷ്കരണ ഭീഷണി മുഴക്കിയ പാക് ക്രിക്കറ്റ് ബോർഡിന് ICCയുടെ ശാസന. UAE-ക്കെതിരായ മത്സരത്തിൽ പൈക്രോഫ്റ്റ് തന്നെ റഫറിയായി. സംസ്ഥാനത്തെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസമാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സുപ്രധാന നിയമനിർമ്മാണങ്ങളിലേക്ക് സർക്കാർ. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലും വനഭേദഗതി ബില്ലുമാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടാൻ വനം മേധാവിക്ക് അധികാരം നൽകുന്നതാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ. സഭാകവാടത്തിൽ 2 പ്രതിപക്ഷ MLA-മാരുടെ സത്യഗ്രഹ സമരവും തുടരുകയാണ്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്. ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന ഒന്നാണ്. ആ ബില്ലിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്താണ്? ഒപ്പം ഇത് നിയമമായി വരിക എന്ന് പറയുന്നതിന് ചില പ്രായോഗിക തടസ്സങ്ങളും മറ്റുമുണ്ടല്ലോ. രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട 2 ബില്ലുകളാണ് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അതേ തന്നെ മലയോര മേഖലയിലെ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘകാലമായ ആവശ്യങ്ങൾ, എത്രത്തോളം അവരുടെ ആവശ്യങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരം കാണുമെന്നത് ബില്ല് അവതരിപ്പിച്ച നിയമമായ ശേഷം മാത്രം അറിയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ബിൽ, അതിൽ ഏറ്റവും പ്രധാനം ഈ മലയോര മേഖലയിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും നിർണായകമായ ബിൽ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവും പ്രധാനപ്പെട്ട മലയോര മേഖല ജനങ്ങളുടെ പ്രശ്നം ഈ വന്യജീവി ആക്രമണമാണ്, മനുഷ്യ വന്യജീവി സംഘർഷങ്ങളാണ്. അതിന് തടയിടാൻ കഴിയുന്ന, ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ബില്ലാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഏതെങ്കിലും വന്യമൃഗം ഒരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചാലുടൻ ആ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതിനുള്ള ബില്ലാണ് ഇന്ന് സഭയിൽ വരുന്നത്. രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനം ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഭേദഗതി കേന്ദ്ര വനനിയമത്തിൽ, വന്യജീവി നിയമത്തിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അനുമതി വേണ്ടുന്നൊരു ബില്ലാണ്.
ആദ്യം ഇത് മറികടക്കേണ്ടത് സംസ്ഥാനത്ത് ഗവർണറുടെ അനുമതി നേടുക എന്ന വലിയ വെല്ലുവിളിയാണ്. അവിടെ നിന്ന് അനുമതി ലഭിച്ചാലും രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇതിലുണ്ടായേക്കാം. രാഷ്ട്രപതിയുടെ അനുമതി കൂടി വേണ്ടി വന്നേക്കാം ഈ ബില്ല് നിയമമാകണമെങ്കിൽ. പക്ഷേ ഈ ബില്ല് മലയോര മേഖല ജനങ്ങൾ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു. ഇപ്പോൾ തന്നെ സർക്കാരിന്റെ നീക്കം തന്നെ സ്വാഗതം ചെയ്തു. നമുക്കറിയാം എത്രത്തോളം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. ഇത് അത്രയധികം പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിമർശനങ്ങൾ മലയോര മേഖല ഉയരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിന് സർക്കാർ നീക്കം നടത്തുന്നു എന്നെങ്കിലും പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി കൂടി സർക്കാരിന്റെ ഇന്നത്തെ ഈ ബില്ല് അവതരണത്തെ നമുക്ക് കാണാം. സർക്കാരിന്റെ വനമന്ത്രിയുടെയൊക്കെ ഒരു വിശദീകരണം ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര നിയമത്തിലെയും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച SOPയുടെയും അപ്രായോഗിക കാലതാമസം വരുത്തുന്ന നടപടിക്രമം ഒഴിവാക്കി അടിയന്തര ഇടപെടലിനെ ഈ നിയമം വഴിവെക്കും, സാധ്യമാക്കുമെന്നും അല്ലെങ്കിൽ അനുമതി നൽകുമെന്നുള്ളതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ ഈ വന്യജീവികളെ സംരക്ഷിക്കുക എന്നതുകൂടി കേന്ദ്ര നിയമത്തിന്റെ ഭാഗമാണ്. അതിന് ഇത് വിരുദ്ധമാകുന്ന പ്രതീക്ഷയും സംസ്ഥാനം പങ്കുവയ്ക്കുന്നു. വന്യജീവി ആക്രമണത്തിന് ആർക്കെങ്കിലും ഗുരുതര പരിക്ക് പറ്റിയാൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോ അക്കാര്യം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിക്കണം. അങ്ങനെ അറിയിച്ചാൽ മറ്റു നടപടിക്രമങ്ങളെല്ലാം ഒഴിവാക്കി നേരിട്ട് ഈ ജീവിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ നൽകാൻ കഴിയുമെന്നാണ് ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പട്ടിക 2 വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുന്നതും വലിയ ഭീഷണിയാണ് മലയോര മേഖലയിലെ ജനങ്ങൾക്ക്. അത് നിയന്ത്രിക്കാൻ ജനന നിയന്ത്രണം നടത്താൽ മറ്റു സ്ഥലങ്ങളിലേക്ക് നാടുകടത്ത് എന്നിവയ്ക്കും ഈ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഇത് ചെയ്യുന്നതിനും കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങേണ്ട എന്നാണ് സർക്കാരിന്റെ വാദം. പട്ടിക 2 ഏത് വന്യമൃഗത്തെയും എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചു എന്ന് കണ്ടാൽ അവയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് അധികാരം. ഈ ബില്ല് വരുന്നതോടുകൂടി ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്ന അധികാരം സംസ്ഥാന സർക്കാരിന് നിക്ഷിപ്തമാകുമെന്നും സർക്കാർ അവകാശപ്പെടുന്നു. അങ്ങനെ നിരവധി വളരെ പ്രധാനപ്പെട്ട ശുപാർശകൾ അടങ്ങിയ ബില്ലാണ് ഇന്ന് സഭയിൽ വരുന്ന ഒരു ബില്ല്. മറ്റൊന്ന് കേന്ദ്ര വന ഭേദഗതി ബില്ലാണ്. അതായത് സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിച്ച് വിൽപ്പന നടത്താൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ മലയോര മേഖല ജനങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ബില്ലാണിത്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് മുഖേന മുറിച്ച് വിൽപ്പന നടത്തുന്ന ബില്ലാണ് ഈ വന ഭേദഗതി ബില്ല്. ചന്ദനമരത്തിന്റെ വില കർഷകന് ലഭ്യമാകുന്നതിലൂടെ സംസ്ഥാനത്ത് ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷയും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ സ്വന്തം ഭൂമിയിൽ നിന്ന് ചന്ദനമരം മോഷണം പോയാലും സ്ഥലം ഉടമയ്ക്കെതിരെ കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ചന്ദനമരം വീടുകളിൽ വച്ചുപിടിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. നിലവിലുള്ള നിയമപ്രകാരം ഇപ്പോഴുള്ള കേസുകളൊക്കെ ഉണ്ട്. ആ കേസുകൾ ഈ ബിൽ വരുന്നതോടുകൂടി ഇല്ലാതാകും. ആ കേസുകൾ രാജിയായി പോകുമെന്നുകൂടി ഈ ബില്ലിൽ നിയമസഭയ്ക്ക് കവാടത്തിന് മുന്നിൽ അരുടെ 2 MLA-മാർ സത്യാഗ്രഹ സമരം പുരോഗമിക്കുകയാണ്. എന്തെങ്കിലും അനുരഞ്ജനത്തിനുള്ള സാധ്യതകളുണ്ടോ? എന്തെങ്കിലും തീരുമാനം ഈ മർദ്ദിച്ച പോലീസുകാരുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷത്തിന് അനുകൂലമായി ഉണ്ടാകുമോ? AK മഷ്റഫിന്റെയും സനീഷ് കുമാർ ജോസഫിന്റെയും സത്യാഗ്രഹ സമരം 3-ാം ദിവസത്തിലേക്ക് പിന്നിടുകയാണ്. ഇതുവരെയും ഒരു സമവായ നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുമെന്ന് തോന്നുമില്ല. കാരണം സർക്കാർ നേരത്തെ മുഖ്യമന്ത്രി സഭയിൽ ഈ ലോക്കപ്പ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ റൂൾ 50 നോട്ടീസ് ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത് കൃത്യമായി കുറ്റക്കാര ഉദ്യോഗസ്ഥർ നടപടിയെടുക്കും. നേരത്തെ 144 ഉദ്യോഗസ്ഥരെ സർവീസിൽ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ പരാതിയുള്ള ഈ കുന്നംകുളം സംഭവം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവരുടെ കുറ്റത്തിന്റെ ഗൌരവം, കുറ്റത്തിന്റെ എത്രത്തോളം ഗുരുതരമായ കുറ്റമാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നടപടിയെടുക്കും. പിരിച്ചുവിടേണ്ടവരാണെങ്കിൽ പിരിച്ചുവിടും. അതുകൊണ്ട് ആ റിപ്പോർട്ട് വരെ സർക്കാർ കാത്തിരിക്കുമെന്ന് ഉറപ്പാണ്. അതിനു മുന്നേ ഉടനടി പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടാൽ ഉടൻ അത് പിരിച്ചുവിടാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി എന്ന സഭയിൽ പരോക്ഷമായി സ്വീകരിച്ചത്. അതുതന്നെയാകും സർക്കാർ നിലപാടും. ഉന്നത അന്വേഷണ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ കുറ്റത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് അവർക്കെതിരെയുള്ള വകുപ്പ് നടപടി ഉണ്ടാകും. അതിഗുരുതരമായ കുറ്റമാണെന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായും ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചത് വളരെ വ്യക്തമാണ്. പക്ഷേ അതിന് നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷം നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ സഭാ സമ്മേളനത്തിൽ ശരി അരുൺ, അതാണ് വിശദാംശങ്ങൾ. സഭയിൽ 2 പ്രധാനപ്പെട്ട ബില്ലുകൾ, ഒപ്പം പ്രതിപക്ഷത്തിന്റെ സമരവും പുരോഗമിക്കുന്നു. നമുക്ക് ഗസയിലേക്ക് ഒന്ന് പോകണം. അവിടെ വളരെ ഭീതിജനകമായ സാഹചര്യമാണ്. ഇസ്രായേലിന്റെ കരവ്യോമ ആക്രമണം തുടരുന്നു. ഗസയിൽ നിന്നും 10,000-കണക്കിന് ജനങ്ങൾ പലായനം ചെയ്തു. പകുതിയോളം പേർ നഗരം വിട്ടതായാണ് കണക്ക്. ഐക്യരാഷ്ട്രസഭ അടക്കം അപലപിച്ചിട്ടും അവസാനം കാണാതെ ആക്രമണം തുടരുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് MG മിഥുൻ ചേരുന്നുണ്ട്. അതിന് മുൻപ് ഡോക്ടർ SS സന്തോഷ് കുമാർ അവിടെ ആതുര സേവന രംഗത്ത് ഗസയിൽ മാതൃകയായി അദ്ദേഹം അവിടെയുണ്ട്. ഈ ദൃശ്യങ്ങൾ, ഈ കാഴ്ചകളൊക്കെ ഏറെ വേദനയോടെ വിവരിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ SS സന്തോഷ്, സ്വാഗതം ന്യൂസ് 18-ന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക്. സന്തോഷ്, ഞങ്ങളിവിടെ നിന്ന്
ഈ വാർത്താ മുറികളിലിരുന്ന് അല്ലെങ്കിൽ കേരളത്തിലിരുന്ന് നമ്മൾ ഈ കാര്യങ്ങൾ പറയുക മാത്രമാണ്, ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും മാത്രമാണ് ലഭിക്കുന്നത്. താങ്കൾക്കത് നേരിട്ട് അനുഭവേദ്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് താങ്കളുടെ ഒരു അനുഭവം? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾ പുഴുക്കളെ പോലെ ചത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എത്രത്തോളം താങ്കളെ വേദനിപ്പിക്കുന്നുണ്ട്? ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് ഖാൻ യൂനിസ് എന്ന് പറയുന്ന സ്ഥലത്ത് നാസർ ഹോസ്പിറ്റലിലാണ്. അതുപോലെ തന്നെ അൽ മവാസിയിലെ ഒരു ഫീൽഡ് ഹോസ്പിറ്റലിലും ജോലി ചെയ്യുന്നുണ്ട്. രണ്ടിടത്തും നാസർ ഹോസ്പിറ്റലാണ് ഏറ്റവും വലിയ ആശുപത്രി. ഈ ആശുപത്രിയിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പരിക്കേറ്റവരുടെ പ്രളയം തന്നെയാണ് നടക്കുന്നത്. ഒരു ദിവസം 1 മണിക്കൂറിന് തന്നെ ഏകദേശം 100 മുതൽ 150 പേരാണ് ഗുരുതരമായ പരിക്കേറ്റ്, അതായത് ജീവന് ഹാനികരമായ പരിക്കേറ്റ് എത്തുന്നവർ തന്നെ ഏകദേശം 100 മുതൽ 150 വരെ അവിടെ വരും. ഈ 150 പേരെയും കിടത്താനുള്ള സ്ഥലം പോലും വാസ്തവത്തിൽ ആ ആശുപത്രിയിലെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില്ല. ബെഡുകളൊക്കെയും ഈ പേഷ്യൻസ് ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചികിത്സ മുഴുവൻ തറയിൽ കിടന്നിട്ടാണ് നടക്കുന്നത്. തറയില് ഈ പറയുന്ന അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നു. അതുപോലെ അതിനകത്ത് ഈ വോമിറ്റേഴ്സ്, മലമൂത്ര വിസർജനം എല്ലാം അവിടെ ആ ഏരിയ ക്ലീൻ ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത, സമയമില്ലാത്ത രീതിയിലാണ് രോഗികളുടെ ഒഴുക്ക്. ഇത് പ്രായഭേദമന്യേ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം ഇതിനകത്ത് ഈ പരിക്കേറ്റവർ വരുന്നുണ്ട്. ഇതിനകത്ത് ഏകദേശം 30% ആൾക്കാരെങ്കിലും മരിച്ച് കഴിഞ്ഞാണ് വരുന്നത്. ബാക്കിയുള്ളവർ തന്നെ തലയ്ക്ക് പരിക്കേറ്റ ആൾക്കാർക്ക് ചികിത്സ നൽകാനായിട്ട് വാസ്തവത്തിൽ വെന്റിലേറ്ററുകൾ ഇപ്പൊ ബാക്കിയില്ല. കാരണം വെന്റിലേറ്റർ എല്ലാം ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കേറ്റ, തലയ്ക്ക് പരിക്കേറ്റ ആൾക്കാർക്ക് ചികിത്സ പലപ്പോഴും കിട്ടാനില്ലാതെ അവർ മരിച്ചു പോകുന്നുണ്ട്. ചികിത്സിക്കാനുള്ള സാധന സാമഗ്രികൾ, ഈ പറയുന്ന ഇൻക്യുബേറ്റ് ചെയ്യാനുള്ള ട്യൂബുകൾ, IV ലൈനുകൾ, IV ഫ്ലൂയിഡ്, മുറിവ് വെച്ച് കെട്ടാനുള്ള ഗോസ്, അങ്ങനെ പഞ്ഞി, പ്ലാസ്റ്റർ ഓഫ് പാരീസ് തുടങ്ങിയ ഒരു സാധനം അത്യാവശ്യം ആന്റിബയോട്ടിക്കുകൾ, മരുന്നുകൾ, ബാക്കി എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന അവസ്ഥയാണ്. സാധനങ്ങളൊന്നും അകത്തോട്ട് ഗസയിലേക്ക് ഈ പറഞ്ഞ വരുന്നില്ല, കടത്തി വിടുന്നുമില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മരിക്കുന്നവര് അതിനെക്കാട്ടും കൂടുതലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഗസ സിറ്റിയില് ആണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗസ സിറ്റി എന്ന് പറയുന്നത് ഗസ സ്ട്രിപ്പിന്റെ നോർത്ത്, ഈ വടക്ക് ഭാഗത്തുള്ള ഒരു സിറ്റിയാണ്, ഏറ്റവും വലിയ സിറ്റിയാണ്. അവിടെ ഏകദേശം 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നിഗമനം. അതിനകത്ത് ഏകദേശം 3.5 ലക്ഷം പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് ഡെയർ അൽബല, അൽ മവാസി ഭാഗത്താണ് ഉള്ളത്. ഒരു 20 സ്ക്വയർ കിലോമീറ്ററിനകത്ത് 2 മില്യൺ ആൾക്കാരെ കുത്തി നിറയ്ക്കാനുള്ള ഒരു പ്ലാനാണ്. വാസ്തവത്തിൽ അത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു. സൂചി കുത്താൻ പോലും. അതായത് ഈ ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയധികം ജനങ്ങളാണ്. അപ്പോൾ ഇവർക്കുള്ള ഭക്ഷണം വേണം, താമസിക്കാൻ സ്ഥലം വേണം, താങ്കൾ പറഞ്ഞതുപോലെ പരിക്കേറ്റവർക്കുള്ള മരുന്ന്, അത്തരം സൗകര്യങ്ങൾ വേണം, ചികിത്സിക്കാൻ ഡോക്ടർമാർ വേണം. ഇതൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള മരണങ്ങൾ കൂടി, ഈ പട്ടിണി കൊണ്ടുള്ള മരണങ്ങൾ കൂടി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. പട്ടിണി കൊണ്ട് മരണം മാത്രമല്ല, അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അതിഗുരുതരമാണ്. കാരണം ഭക്ഷണം ഇല്ല, എന്തെങ്കിലും ചെറിയ ഭക്ഷണമുള്ള ആൾക്കാരിൽ നിന്നും ഭക്ഷണം പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പിടിച്ചു വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെ ആണുങ്ങൾ ഇല്ലാതെ മരിച്ചു പോകുമ്പോൾ സ്ത്രീകൾക്ക് ഇതുപോലെ ഈ പറഞ്ഞ ഭക്ഷണം കിട്ടുവാനായിട്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടി വരുന്നുണ്ട്. സ്ത്രീകളടക്കം മരിച്ചു വീഴുന്നുണ്ട്. കുട്ടികളെ നോക്കാൻ ആളില്ലാതാകുന്നു. കുട്ടികൾ ഇറങ്ങി നടക്കുന്നു. കുട്ടികളൊക്കെയും ഈ പറയുന്ന അവസാനം ഈ പറഞ്ഞ പല വാഹനങ്ങളിലൊക്കെ കയറി എങ്ങോട്ടേക്കോ പോയി അവസാനം അവരും ഈ പറയുന്ന വെടിവെക്കുന്ന ഈ പറഞ്ഞ ഫ്രണ്ട് ലൈനിന്റെ അടുത്തൊക്കെ എത്തിപ്പോകുന്നു. അവിടെ അവർ നോക്കുമ്പോൾ ഈ പറഞ്ഞ വെടിവെച്ച് കേൾക്കുമ്പോൾ അവര് വെടിവെച്ച് നേരെ നിഷ്കളങ്കരായി നടന്നെടുക്കുന്നു. അവർക്ക് മുഴുവൻ പരിക്കേൽക്കുന്നു. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുരുതരമായ പരിക്കേൽ. കാരണം അവരെ ഓടാനോ അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഈ എന്ത് ചെയ്യണമെന്ന് അറിയാം അന്താളിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ മുഴുവൻ ഈ വെടിയുണ്ടകളും നമ്മൾ കാണുന്ന കാഴ്ച മിക്കവാറും കുട്ടികളിലൊക്കെ ഈ മരിച്ചു തന്നെയാണ് വരുന്നത്. ഇവർക്ക് നോക്കാനും
ഈ പറയുന്ന ഈ ഒരു വീട്ടിലൊക്കെ ഏകദേശം ഒരു ടെന്റിലൊക്കെ 15 മുതൽ 20 പേരൊക്കെയാണ് കഴിയുന്നത്. ഉം. അപ്പോൾ അവർക്ക് പകലൊന്നും ഒരു 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 സ്ഥലം പോലും ഇല്ല. റോഡ് നിറച്ചും ഈ പറഞ്ഞ കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവര് വണ്ടി ഇടിക്കുന്നു, അവർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ ഇതുമൂലം ഉണ്ടാവുന്ന ഗുരുതരമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ വേറെ വശത്താണ്. അതുപോലെ ഈ ഈ പറഞ്ഞ ഭക്ഷണമില്ലാതെ ഉണ്ടാകുന്ന കുപോഷണം, അതുപോലെ തന്നെ വെള്ളത്തിന്റെ ദൗർലഭ്യം ഉണ്ടാകുന്ന വയറ്റിളക്ക രോഗങ്ങള്, ശ്വാസകോശ ഈ ആളുകൾ തിങ്ങിപ്പാർക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങള്, അങ്ങനെ ഒരു നരകമായി ഇവിടെ മാറിയിരിക്കുകയാണ്. അതിന് പുറത്തുകൂടെയാണ് ഇപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ഗസ സിറ്റിയിൽ നിന്നും ഡെയർ അൽബലയിലേക്ക് ഏകദേശം 25 കിലോമീറ്റർ എങ്കിലും ഉണ്ട്. ഉം. ഈ 25 കിലോമീറ്റർ താണ്ടിയാണ് വരേണ്ടത്. ആ വഴിയില് വരാനായിട്ട് വലിയ ട്രക്കുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. വലിയ ട്രക്കുകൾക്കാണെങ്കിൽ ഒരു ട്രക്കിന് വാടക പോലും $1000, ഏകദേശം 1,00,000 അടുപ്പിച്ച് രൂപ വരും. ഇതൊന്നും അവർക്ക് പൈസയില്ല. കയ്യിലുള്ള പൈസ എടുക്കാൻ പോയാൽ പോലും ഈ അവിടെ ഉണ്ടാവുന്ന ലോക്കൽ ബാങ്കുകൾ നടത്തുന്ന ആൾക്കാർക്ക് ഈ 1000 രൂപ എടുക്കുകയാണെങ്കിൽ കയ്യിൽ കിട്ടുന്ന ഏകദേശം 700 രൂപ 300 രൂപയും കമ്മീഷനായി കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ കയ്യിലെ പൈസ മുഴുവൻ ആൾക്കാർക്ക് തീരുന്നു, ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. വീടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഗസയിലേക്ക് ആൾക്കാർ ഇപ്പൊ ഈ മുമ്പൊക്കെ ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്നുള്ള ധാരണയെങ്കിലും അവർക്കുണ്ടായിരുന്നു. അതായത് കാരണം അവർക്ക് വീട് അവിടെ തിരിച്ച് ബാക്കി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എത്തുന്നെങ്കിൽ പോലും അവർ മനസ്സോടെ വരുന്നവരല്ല. അവരെ നിർബന്ധിച്ച് ഈ ബോംബാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയൊക്കെയാണല്ലേ അവരെ അങ്ങോട്ടേക്ക് മാറ്റുന്നത്. ഭീഷണിയല്ല, ഈ പറയുന്ന നിങ്ങളിപ്പോ അവർക്ക് കിട്ടുന്ന മെസ്സേജ് 1 മണിക്കൂറിനകം നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ മുഴുവൻ ബോംബ് ഇടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിൽക്കാൻ കഴിയുക? അവരുടെ വീടാണ്. വീടിൽ നിന്നൊക്കെ എന്ത് സാധനം എടുക്കാനും കഴിയും? ഒരു സാധനം എടുക്കാൻ കഴിയില്ല. അവർക്കറിയാം, ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു വരുമെന്നെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോ എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പോകാൻ പറ്റും. ഇപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അവരറിയാം അവർ അവസാനമായിട്ടാണ് അവരുടെ വീട് കാണുന്നതെന്നും ആ വീട് ഇനി അവിടെ ഉണ്ടാകില്ലെന്നും അവിടെ തരിശായി പോകുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് വാല്യൂബിൾസ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അത് തീർച്ചയായും അതിന്റെ ഭാരം കൂടുതലായിരിക്കും. എന്നാൽ പോലും അതൊക്കെ എടുത്തുകൊണ്ട് 25 കിലോമീറ്റർ അടക്കം നടന്നാണ് ആൾക്കാർ പല വഴിയിലൂടെ നടന്നതാണ്. ആ വഴിയൊക്കെ മുഴുവൻ ചെളിയും മുരണ്ട് പൊടിയും അടിച്ച് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഇപ്പൊ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഒരു ഈ 25 കിലോമീറ്റർ ഈ ട്രക്കിൽ വരുന്നെങ്കിൽ പോലും 8 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത്. ബാക്കി ഇത് ഭയങ്കര ചിലവേറിയ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നടന്നാണ് ഏറ്റവും കൂടുതൽ വേറെ വഴിയിലൊക്കെ നടന്നാണ് പോകുന്നത്. അപ്പോ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന പരിക്ക്, കെട്ടിടത്തിനകത്ത് പരിക്കേറ്റ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് പരിക്കേറ്റ ആൾക്കാരെ കുറിച്ച് യാതൊരു ധാരണയും ആർക്കുമില്ല. കാരണം അവരെ കുറിച്ച് കണക്കെടുക്കാനോ അവരെവിടെയാണെന്നോ നോക്കാൻ പോലും അവരെ രക്ഷപ്പെടുത്താനോ ഒന്നും പോലും കഴിയത്തില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും എത്തുന്ന ആൾക്കാരും മരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് കെട്ടിടത്തിനകത്ത് കുടുങ്ങിയും കിടക്കുന്നവരും പ്രായമുള്ളവരും വികലാംഗരും ഒക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആർക്കും ഒന്നും തന്നെ ഇല്ല. ആശുപത്രികൾക്കകത്ത് ഇതുപോലെ ഭീഷണി വരുമ്പോൾ ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന ആൾക്കാരും വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്കാരും ഉപേക്ഷിച്ചിട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഓടാനല്ലാതെ വേറൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. സാധനങ്ങൾക്കാണെങ്കിൽ എല്ലാത്തിലും തീ പിടിച്ച വിലയാണ്. 1 കിലോ പഞ്ചസാരയ്ക്ക് ഏകദേശം $60 ഒക്കെയാണ് ഇപ്പോ വന്നത്. കഴിഞ്ഞ ദിവസം അത് $100 ഒരു $100 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8,800 രൂപയൊക്കെയാണ്. 1 കിലോ ആട്ടയ്ക്ക് $40 ആണ്. ഒരു കിലോ ആട്ടയ്ക്ക്. 1 കിലോ അരിക്ക് $25 ആണ്. അപ്പൊ ഇതെല്ലാം ജീവിതത്തിനകത്ത് അവർക്ക് ഇനി ബാക്കി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആൾക്കാർ എത്തുകയും അവർക്ക് ഈ ടെന്റ് പോകുന്ന സ്ഥലത്ത് അഥവാ താമസിക്കാൻ ഒരു തുണ്ട് ഭൂമി കിട്ടിയാൽ പോലും അവിടെ ടെന്റ് ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികൾ പോലും ഇല്ലാതാവുകയും അവർ ഈ പറഞ്ഞ ആകാശത്തിന് കീഴിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് ബഹുഭൂരിപക്ഷം പേർക്കും ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി അവിടെ ഈ പറയുന്ന അൽ മവാസി തൊട്ട് ഡെയർ അൽബല വരെ ഉള്ള ഭാഗത്തേക്ക് താമസിക്കാൻ ഒരു തുണ്ട് ഭൂമി ബാക്കി അവിടെ ഇല്ല. താങ്കൾ ഒരുപാട് യുദ്ധപ്രദേശങ്ങൾ താങ്കൾ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഉക്രൈനിലെയൊക്കെ അനുഭവം താങ്കൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ അനുഭവത്തിലും ഇത്ര വലിയ ഭീതിജനകമായ ദയനീയമായ സാഹചര്യം താങ്കളുടെ അനുഭവത്തിലുമൊക്കെ ആദ്യമായിരിക്കും അല്ലേ? ഇത് തീർച്ചയായിട്ടും ഞാൻ ഏകദേശം 40 രാജ്യങ്ങളിലെങ്കിലും പല യുദ്ധങ്ങളിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അതിഭീകരമായിട്ടുള്ള ഒരു ജനോസൈഡ് എന്ന് പറയുന്നത്
നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ജനോസൈഡിനെ ഇതിനല്ലാതെ ജനോസൈഡ് എന്ന് വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇത്രയും ആൾക്കാര് ഈ പറയുന്നത് ഈ ഭാഗത്ത് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഒരു 20 സ്ക്വയർ കിലോമീറ്ററിനകത്ത് 2 മില്യൺ ആൾക്കാർ കുത്തി നിറച്ചു കഴിയുമ്പോഴേക്കും അവർക്ക് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ അതിന് പുറത്ത് ബോംബിങ്ങും ചികിത്സിക്കാനുള്ള സാധന സാമഗ്രികളില്ലാതെ മുറിവുകൾക്ക് പഴുപ്പടിച്ചിട്ടും ശ്വാസകോശ രോഗങ്ങൾ വന്നിട്ടും ഒക്കെ ഒരു കൂട്ടക്കുരുതി തന്നെയാണ് അവിടെ ഇനി നടക്കാൻ പോകുന്നത്. ഇവിടെ നടക്കാൻ പോകുന്നത് അതിനുള്ള ചികിത്സിക്കാനോ അല്ലെങ്കിൽ ആളെ പുറത്ത് കൊണ്ടുപോകാനോ ഇവർക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഈജിപ്തിലേക്ക് ഒരു സ്ഥലത്തേക്ക് പോലും പോവാൻ പോലും പറ്റാത്ത സ്ഥിതി വിശേഷമാണുള്ളത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. നന്ദി ഡോക്ടർ സന്തോഷ്. അദ്ദേഹം അവിടെ സ്തുത്യർഹമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. ദിവസങ്ങളായി മാസങ്ങളായി അദ്ദേഹം ആ മേഖലയിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. MG മിഥുൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അനുഭവം അദ്ദേഹം നേരിട്ട് അവിടെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നേരിട്ട് കണ്ട അനുഭവമാണ്. നമുക്കും ലഭിക്കുന്ന വിവരങ്ങളൊക്കെ ഇതിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൂടുതൽ ആയുധങ്ങൾ, കൂടുതൽ സേന, കൂടുതൽ ടാങ്കറുകളൊക്കെ ഇസ്രായേൽ ഗസയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനവട്ട പോരാട്ടത്തിലേക്ക്, അവസാന ആളെ വരെ ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? രജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. കാരണം കരയുദ്ധം കൂടുതൽ കനക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 20,000-ഓളം ഇസ്രായേൽ സൈനികർ ഇപ്പോൾ പൂർണ്ണമായും ഈ ഗാസ സിറ്റി വളഞ്ഞിട്ടുണ്ട്. 4 മേഖലയിൽ നിന്നായി, ഒപ്പം തന്നെ ടാങ്കറുകളുടെയും സർവ്വ യുദ്ധ സന്നാഹത്തോടു കൂടിയാണ് ഇസ്രായേൽ സേന ഗാസ സിറ്റി വളയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവർ ഇപ്പോഴും അവിടുത്തെ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ തെക്കോട്ടേക്ക് പോകൂ, തെക്കൻ ഗാസയിലേക്ക് പോകൂ, അതിനുവേണ്ടി 48 മണിക്കൂറേക്ക് ഇതിൻ്റെ പാത തുറന്നിടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ സേന നൽകിയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തുള്ള ജനങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട്. കാരണം ഞങ്ങൾ എവിടേക്ക് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നു തെക്കോട്ടേക്ക് പോകാൻ. പക്ഷേ അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. മറ്റൊന്ന്, അവിടെ ഭക്ഷ്യക്ഷാമം അത് വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ആ പോകുന്ന പാതയിൽ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട്. അവിടെയും ബോംബിംഗ് എപ്പോഴും നടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും സുരക്ഷിതമല്ലാത്ത സാഹചര്യം, അതായത് പലസ്തീനിലെ ഒരു സ്ഥലം പോലും സുരക്ഷിതമല്ലാത്ത സ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഗാസയിൽ ഒരിടത്തും പോലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള പ്രതികരണമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നത്. 65,000-ലധികം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവിടെ നിന്ന് മരിച്ചു വീഴുകയും ചെയ്തിട്ടുണ്ട്. 1000-ലധികം പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് എന്നുള്ള ഒരു അനൗദ്യോഗിക വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പക്ഷേ ഇസ്രായേൽ സേന പറയുന്നത് ഈ ഗാസ സിറ്റിയിൽ 3000-ലധികം ഹമാസിന്റെ സേനാംഗങ്ങൾ ഇപ്പോഴും അവിടെ അധിവസിക്കുന്നുണ്ട്. അവരെ കീഴ്പ്പെടുത്തിയ ശേഷം മാത്രമേ തങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകൂ. അവസാന ആണിയും ഊരിയതിനു ശേഷം, അവസാന ഹമാസിന്റെ നേതാവിനെയും അംഗത്തെയും കൊലപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ള ഒരു ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു. പ്രത്യേകിച്ച് ഇന്നലെ ഇസ്രായേൽ കാറ്റ്സ് അവരുടെ പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രതികരണം ഇങ്ങനെയാണ്. അതായത് ഗാസയിലെ ആകാശത്ത് തീമഴ പെയ്യിക്കുന്നു എന്ന രീതിയിൽ ഉള്ള വലിയ പ്രതികരണം. ഒപ്പം തന്നെ യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നു പലയിടങ്ങളിലും. അതായത് 1600-ലധികം ടെന്റുകളും 1300-ലധികം കെട്ടിടങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേൽ സേന ഈ കരയുദ്ധത്തിന്റെ ഭാഗമായി തകർത്തിട്ടുണ്ട്. വ്യോമമാർഗം പല മേഖലകളിലും ബോംബ് വർഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ കെട്ടിടങ്ങളിൽ പകുതിയിലേറെയും ഹമാസിന്റെ അംഗങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടങ്ങളാണ്. അവ പൂർണ്ണമായും തരിപ്പണമാക്കിയതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് പിന്നോട്ട് പോകൂ, ഈ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോഴും അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളുടെയൊക്കെ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളുടെയൊക്കെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യം. അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിലൊന്നും തന്നെ പിന്നോട്ട് പോകില്ല എന്ന് ശക്തമായി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതാണ് ഐക്യരാഷ്ട്രസഭ അടക്കം അപലപിച്ചിട്ടും അവസാനം കാണാതെ ആക്രമണം തുടരുകയാണ്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണം. പോളണ്ടിൽ ജയിലിൽ കഴിയുന്ന മലയാളി യുവാവിനെ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ശ്രമം വിഫലമാകുന്നു. കൊച്ചി പള്ളുരുത്തി സ്വദേശി ജേക്കബ് നെൽസണാണ് ഇരട്ടക്കൊലക്കേസിൽ 7 വർഷമായി ജയിലിൽ കഴിയുന്നത്. മാനസിക അസ്വാസ്ഥ്യമുള്ള യുവാവിനെ ഇന്ത്യക്ക് കൈമാറാമെന്ന് പോളണ്ട് അറിയിച്ചിട്ടും തുടർ നീക്കങ്ങൾ തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. ജേക്കബിനെ നാട്ടിലെത്തിച്ച് ചികിത്സ നൽകാൻ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാന സർക്കാരും ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നവമി ദിനേശ് ചേരുകയാണ്. നവമി, എന്താണ് ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം? നവമി, കേൾക്കാമോ? ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പോളണ്ടിൽ സർക്കാരിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് അവിടെ കുടുങ്ങിയ
മലയാളിയായ ശ്രീ ജേക്കബ് നെൽസൺ ഇന്ത്യയിലേക്ക് അവിടെ ജയിലിൽ ഇരട്ടക്കൊലക്കേസിൽ കഴിയുന്ന ഒരാൾ കൂടിയാണ്. ജയിലിലേക്ക് മാറ്റാം എന്ന് ഇന്ത്യയിലേക്ക് മാറ്റാമെന്ന് പോളണ്ട് സർക്കാർ സമ്മതിച്ചതാണ്. എന്താണ് നവമി, ഇപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നം എന്താണ്? ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ാണ് പോളണ്ടിലെ ഇന്ത്യൻ എംബസിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് മുതൽ ആരംഭിച്ച നിയമ പോരാട്ടമായിരുന്നു. 4 വർഷത്തിന് ശേഷമാണ് നമുക്കിപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ജേക്കബ് നെൽസൺ അദ്ദേഹത്തിന്റെ കുടുംബവുമായി സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മാനസിക നില വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുടുംബത്തിന്റെ ആവശ്യം അനുസരിച്ച് കഴിഞ്ഞ മാസം ഞാൻ ജയിൽ സന്ദർശിച്ചിരുന്നു. നേരിട്ട് ജേക്കബിനെ കണ്ടിരുന്നു. അതിന്നും എനിക്ക് ബോധ്യമായതും ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സൈക്കോളജിസ്റ്റുമായും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മലയാളം അല്ലാതെ മറ്റ് ഭാഷകൾ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെ ജയിലിലേക്ക് മാറ്റുകയും അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. നോമി, ഈ കേസിന്റെ വിശദാംശങ്ങളൊന്ന് പങ്കുവെക്കാം. നോമിയിലേക്ക് വരാം. ചില സാങ്കേതിക തടസ്സമുണ്ട്. മിഥുൻ മോഹനാണ്, പോളണ്ടിലെ ലോക കേരള സഭാ അംഗം കൂടിയാണ് മിഥുന്, താങ്കൾ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാകുന്നു. അവിടുത്തെ സർക്കാർ സമ്മതിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ കൈമാറ്റത്തിനുള്ള നീക്കം അതിനൊരു തടസ്സം നേരിടുന്നത്? ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഇന്ത്യ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2014 ഓഗസ്റ്റ് മാസത്തിലാണെന്ന് തോന്നുന്നു പോളണ്ടിലെ കോടതിയിൽ നിന്നുള്ള വിധി വന്നിട്ടുള്ളത്. ആ വിധി അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റിനെ ഇവിടുത്തെ സർക്കാർ കോൺടാക്ട് ചെയ്യുകയും എന്നാൽ ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ അതിന് മറുപടി നൽകാതിരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത് പോളണ്ടിലെ സർക്കാർ അവർ സമ്മതം അറിയിച്ചു അല്ലെ, ഇന്ത്യയിലേക്ക് കൈമാറാം, അതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടും ഇവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നില്ല. അത് ഈ സർക്കാരിന്റെ ആരെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുകയും ഈ കാര്യങ്ങൾ അറിയിക്കുകയും മറ്റും ചെയ്തിരുന്നോ? അതെ, ഇതിന്റെ ഈ നടപടിക്രമം എന്ന് പറയുന്നത് തുടക്കത്തിൽ 2 സ്റ്റേജിലാണ്. ഒന്ന് പോളണ്ടിലെ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സും. ഈ 2 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അനുമതി ആണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം അവർ ഇന്ത്യൻ അധികൃതരെ അറിയിക്കുകയായിരുന്നു. എന്നാൽ നമുക്ക് ഇത് സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലി ഒരു അറിയിപ്പും വന്നിട്ടില്ല. നമുക്കാകെ ഇപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നത് ഇന്ത്യൻ എംബസിയെ മാത്രമാണ്. ഇന്ത്യൻ എംബസിയിൽ നിന്നും പോലും നമുക്ക് വ്യക്തമായ മറുപടിയില്ല. ഇത് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഈ ഫയൽ കൈമാറിയിരുന്നു. അവിടെ നിന്നും ഇത് ഇന്ത്യയുടെ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അവസാനമായി നമുക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്നൊരു അപ്ഡേറ്റ് കിട്ടുന്നത്. അതിനുശേഷം ജേക്കബിന്റെ കുടുംബവും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളും എംബസിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും നമുക്ക് കൃത്യമായ മറുപടി ഇത് ഇന്ത്യയിൽ നിന്നും വന്നിട്ടില്ല എന്നാണ് എംബസി നമ്മളെ അറിയിക്കുന്നത്. ഈ ജേക്കബ് നെൽസന്റെ അദ്ദേഹം എപ്പോഴും ജയിലിലാണുള്ളത് അല്ലേ? അദ്ദേഹത്തിന്റെ സാഹചര്യം എങ്ങനെയാണ്? മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാകുന്നു. അദ്ദേഹവുമായി നിങ്ങൾ സംസാരിക്കാറുണ്ടോ, കാണാറുണ്ടോ? അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ മാസം സന്ദർശിച്ചിരുന്നു. അപ്പോൾ ജേക്കബ് നെൽസൺ 2020 മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്നെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഫോണിൽ ബന്ധപ്പെടുകയും നാട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ 2023 ശേഷം അദ്ദേഹം വീട്ടിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ നേരിട്ട് അവിടെ സന്ദർശിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന്റെ മാനസിക നില വളരെ വഷളായ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തെ ജയിലധികൃതർ അറിയിച്ചിട്ട് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഒരു മുറിയിലാണ് ഇപ്പോൾ താമസിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം ഏത് നിമിഷവും മാറുന്ന രീതിയിലുള്ള അത്രയ്ക്കും വഷളായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക നിലയുള്ളത്. ഈ പോളണ്ടിലെ ജയിലിലെ സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? നല്ല പരിഗണന കിട്ടുന്നുണ്ടോ? സർക്കാരും ഒക്കെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള സമീപനമുള്ള സർക്കാരും മറ്റുമാണെന്ന് തോന്നുന്നു. അതെ, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ മനുഷ്യാവകാശത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റ് ഭാഷകൾ അറിയില്ല എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിൽ അധികൃതർക്കും ജയിലിലുള്ള ഡോക്ടർമാരാണെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെങ്കിലും അവർക്കെല്ലാം തന്നെ നേരിടുന്ന ഒരു പ്രധാന ചലഞ്ചാണ്. ഇതാണ് ജേക്കബിനുള്ള ഒരു പ്രശ്നം. അപ്പോ ഈ ഇവിടുത്തെ കോടതിയും പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭാഷ സംസാരിക്കുന്ന ആളുകളിൽ നിന്നും ആളുകളുമായി ഇടപെടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. ആ ഒരു ആവശ്യം മുൻനിർത്തിയാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഉത്തരവ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും വേണ്ടത് നമ്മുടെ സർക്കാർ ഇടപെടണം, പോളണ്ട് സർക്കാരുമായി ബന്ധപ്പെടണം, വിദേശകാര്യ മന്ത്രാലയം അടക്കം ഈ വിഷയത്തിൽ മുൻകൈ എടുക്കണം. അതിനുള്ള ശ്രമങ്ങൾ കുടുംബാംഗങ്ങളടക്കം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അവിടുത്തെ മലയാളികളുടെ ഒരു ശ്രമഫലവും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും തുടരും അല്ലേ? തീർച്ചയായും നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെന്റ് ആണ് ഇയാളെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു മറുപടി കൊടുക്കേണ്ടത്. എന്നാൽ അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്. ജേക്കബിന്റെ കുടുംബം ആണെങ്കിലും ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, പല ആളുകളെയും കോണ്ടാക്ട് ചെയ്യുന്നെല്ലാം ഉണ്ട്. എന്നാൽ കൃത്യമായ ഒരു മറുപടി ഔദ്യോഗികമായി നമുക്ക് എവിടെ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വാർത്തയ്ക്ക് ശേഷം നമ്മുടെ പാർലമെന്റ് അംഗങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഈ വിഷയത്തിൽ ഇതിന്റെ ഒരു ഇപ്പോൾ ഏത് നടപടിക്രമത്തിലാണ് ഈ കേസ് എത്തി നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ഇയാളെ സ്വീകരിക്കാം എന്ന് പറയാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം മറ്റു പല ആളുകളെയും പല രാജ്യങ്ങളിലും ജയിലിൽ കിടക്കുന്ന ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടാകുന്ന തടസ്സം വരുന്നത് ആ ജയിലിൽ കിടക്കുന്ന വ്യക്തി ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നാൽ ഇവിടെ ഈ രാജ്യം ഈ വ്യക്തിയെ കൊണ്ടുപോകാൻ അനുമതി തന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇയാളെ കൊണ്ടുവരാൻ അനുമതി നൽകാത്തത് എന്നാണ് മനസ്സിലാകുന്നത്. ശരി, നന്ദി സർ. ഏതായാലും ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നവമി, അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. അവർ ഇതിൽ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ഇവരാരെയോ കണ്ടു, എം പിമാരോ കേന്ദ്രമന്ത്രിമാരോ ഒക്കെ വിചാരിച്ചാൽ, കേരളത്തിൽ നിന്നൊക്കെ കേന്ദ്രമന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിചാരിച്ചാൽ ഒരു പക്ഷേ ഇയാളെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചേക്കും. തീർച്ചയായും രഞ്ജിത്ത്, ഈ നമ്മുടെ എം പിമാരോ എം എൽ എമാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ശ്രമിച്ചാൽ ഈ വ്യക്തിയെ ജേക്കബിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം പോളണ്ട് സർക്കാർ അതിനുള്ള ഉത്തരവ് ഇതിനോടകം തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരാരും ഇതിൽ ഇടപെടാത്തതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കുടുംബം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇന്നലെ നമ്മൾ അവരോട് ചെന്ന് സംസാരിക്കുമ്പോൾ പോലും ആരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് എം പിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതെന്ന ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. അത്രയും ഏത് വ്യക്തിയെ കണ്ടാലാണ് അവരുടെ മകനെ അല്ലെങ്കിൽ സഹോദരനെ കിട്ടുക എന്നതുപോലും അറിയാത്തൊരു സാധാരണക്കാരായിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പിൻബലമൊന്നും ഇല്ലാത്ത ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സഹോദരൻ്റെ അല്ലെങ്കിൽ മകൻ ആയിട്ടുള്ള ഈ ജേക്കബിൻ്റെ ഈ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവ് ഇത്രയും വൈകുന്നത് ആ കുടുംബത്തിൻ്റെ ഈ ഒരു അജ്ഞത കാരണമായിരിക്കും. എന്തായാലും ഈ വാർത്ത കാണുന്ന ഈ എം പിമാരായിക്കോട്ടെ അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കൾ ആരെങ്കിലും ആയിക്കോട്ടെ, ഇത്രയും വേഗം ഈ ജേക്കബിനെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് അവരും അഭ്യർത്ഥിക്കുന്നത്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും, നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ, ഓരോ ദിവസം കഴിയുന്തോറും ജേക്കബിൻ്റെ മാനസിക നില അത് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. 14 വർഷത്തേക്കാണ് അവിടെ ആദ്യം ഈ ശിക്ഷ വിധിച്ചത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മാനസിക നില കൂടുതൽ വഷളാകുന്നതിനെ തുടർന്ന് എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ 7 വർഷമായിട്ടും ജേക്കബിനെ നാട്ടിലെത്തിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള നിസ്സഹായ അവസ്ഥയാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ഈ ലോക കേരള സഭയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ ഒരു സമ്മർദ്ദം ഇതിലേക്കില്ല എന്ന ഒരു വിവരം കൂടിയാണ് ലഭ്യമാകുന്നത്. 2018 ജനുവരി മാസത്തിലായിരുന്നു ജേക്കബ് പോളണ്ടിലേക്ക് പോകുന്നത്. അവിടെ ഒരു വെൽഡിംഗ് ജോലിക്കാണ് പോകുന്നത്. ഡിസംബർ മാസത്തോടു കൂടിയാണ് കുടുംബത്തിലൊരു അവിടെ നിന്ന് സർക്കാരിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നത്. അതിൽ പറയുന്നത് ജേക്കബ് ഇത്തരത്തിൽ 3 പേരെ കുത്തിയിട്ടുണ്ട്, അതിൽ 2 പേർ മരിച്ചിട്ടുണ്ട്. അത് ഒരു തമിഴ്നാട് സ്വദേശിയും ഒന്ന് ഈജിപ്ഷ്യൻ സ്വദേശിയുമാണ് മരിച്ചത്. മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. എന്തായാലും പോലീസ് ഇതിൽ കേസെടുത്തു. ഇതിന്റെ വിധിയായി ഇതിന്റെ കേസ് വിചാരണയൊക്കെ നീളുകയാണെന്ന കാര്യം കുടുംബത്തെ അറിയിക്കുന്നു. പിന്നീട് അവിടെ തന്നെ ഒരു
അഭിഭാഷകനെ ഏർപ്പെടുത്തുകയും ആ അഭിഭാഷകൻ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് 30 വർഷത്തോളം ലഭിക്കേണ്ട ശിക്ഷ അത് 14 വർഷമായി കുറഞ്ഞു. അത് ഇയാളുടെ മാനസിക നില പരിഗണിച്ചുകൊണ്ടാണ്. പിന്നീടാണ് അവിടെയുള്ള ഒരു സൈക്യാട്രിസ്റ്റ് അടക്കം ഈ ജേക്കബിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ് അടക്കം ചികിത്സിച്ചതിൻ്റെ ഫലമായാണ്, അല്ലെങ്കിൽ അവരും ഈ ജേക്കബുമായി സംസാരിച്ചു. പക്ഷേ ജേക്കബിൻ്റെ മനോനില ഓരോ ദിവസം കഴിയുന്തോറും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളമല്ലാതെ മറ്റു ഭാഷകളൊന്നും തന്നെ ഇയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പോളിഷ് സർക്കാരും കോടതിയും പോളണ്ടിലുള്ള ഇന്ത്യൻ എംബസിയെ വിവരം അറിയിക്കുകയും എത്രയും വേഗം ഇയാളെ നാട്ടിൽ കൊണ്ടുപോകാൻ നാട്ടിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇത് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് ഈ കേന്ദ്രം ഇതിലൊരു നടപടി സ്വീകരിച്ചില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് 1 വർഷം മുൻപ് പള്ളുരുത്തി പോലീസ് കുടുംബത്തിൽ വരികയും അവരോട് ചില കാര്യങ്ങൾ അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ച് US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് തൊഴിൽ മേഖല ഊർജിതപ്പെടുത്തുന്നതിനാണ് തീരുമാനമെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പ്രതികരിച്ചു. ഈ വർഷത്തെ ആദ്യ ഇളവാണ് ഇത്. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തീരുമാനം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, 9 മാസത്തെ കാത്തിരിപ്പ്, ഈ വർഷത്തെ ആദ്യത്തെ ഇളവ്. അമേരിക്കയിൽ നമുക്കറിയാം ഇത്തരം നീക്കങ്ങൾ അത് ട്രംപിൻ്റെ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കണോ? അതിനുശേഷമുള്ള ഓഹരി വിപണിയുടെയും സ്വർണത്തിൻ്റെയും ഒക്കെ വ്യതിയാനം ഏതു തരത്തിലായിരുന്നു? രഞ്ജിത്ത്, തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഒരു സ്വാധീന ഫലമായിട്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു നിരക്ക് കുറച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. നിരവധി തവണ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു നിർദ്ദേശം അത് റിസർവ് ഫെഡിന് ഇതിനു മുൻപ് തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ റിസർവ് ഫെഡിൻ്റെ ഒരു നയപ്രകാരം ഇപ്പോൾ ഉടനെ ഒന്നും ഇത്രയധികം ഒരു നിരക്ക് കുറയ്ക്കാനായിട്ട് അവർ നിശ്ചയിച്ചിരുന്നില്ല. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ, അത് കാരണം അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇവ കാരണം ഭരണകൂടം ആവർത്തിച്ച് തന്നെ ഫെഡറൽ റിസർവിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഈ ഒരു നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും ട്രംപിൻ്റെ ഈ താരിഫ് വർധനയെല്ലാം കാരണം അമേരിക്കയിൽ പണപ്പെരുപ്പ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 2% ഒതുക്കി നിർത്തേണ്ട പണപ്പെരുപ്പം അത് ജൂലൈയിൽ 2.7%, ഓഗസ്റ്റിൽ 2.9% ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പണപ്പെരുപ്പം അത് കുറച്ചു കൊണ്ടുവരിക, ഇതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി അമേരിക്കയിലുള്ള തൊഴിൽ പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ ഈ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ കാരണമാണ് ഭരണകൂടം തീർച്ചയായിട്ടും ഈ റിസർവ് ഫെഡിനോട് ഈ പലിശ നിരക്ക് കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അവർ ആദ്യം വഴങ്ങിയില്ല. തുടർന്ന് മറ്റ് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഫെഡറൽ റിസർവിൻ്റെ ഗവർണറെ ട്രംപ് മാറ്റുന്നു, പുതിയ ഗവർണറെ ട്രംപ് നിയമിക്കുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ 2 ദിവസം ചർച്ചകൾ നടക്കുകയും 25 യൂണിറ്റ് 25 പോയിന്റുകൾ ഈ പലിശ നിരക്ക് കുറച്ചത്. ഇപ്പോൾ നിലവിൽ 4%-നും 4.25%-നും ഈ പലിശ നിരക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മറ്റ് മാറ്റങ്ങൾ അത് ഇന്ത്യൻ വിപണിയിൽ ഉൾപ്പെടെ കാണാനുള്ള സാധ്യതകളുണ്ട്. അമേരിക്കൻ വിപണിയിൽ ഇപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ഇത് കാരണം ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ അമേരിക്കയുടെ പലിശ നിരക്ക് കുറഞ്ഞത് കാരണം ഇന്ത്യയിലേക്ക് ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും. രൂപയുടെ മൂല്യം ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് സ്വർണ്ണവില ക്രമാതീതമായി ഇത് കാരണം ഉയരാൻ സാധ്യതയുണ്ട്. സ്വർണ്ണവില ഇപ്പോൾ തന്നെ 80,000-ന് മുകളിൽ പോയി. ആദ്യം ട്രംപും US ഫെഡും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ ഘട്ടത്തിലായിരുന്നു ഈ സ്വർണ്ണവില ആദ്യം കുതിച്ച് മുകളിലേക്ക് പോയത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ പലിശ നിരക്ക് കുറയ്ക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ഈ സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഈ വർഷം ഇനി 2 തവണ കൂടി നിരക്ക് കുറയ്ക്കുമെന്ന് US ഫെഡ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ അത് ഇന്ത്യൻ രൂപയെ സംബന്ധിച്ചത് നേട്ടമാകും. എന്നാൽ സ്വർണ്ണവില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മറ്റ് വ്യാപാര രംഗത്തും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതിയിലും ഉൾപ്പെടെ ഇന്ത്യക്ക് ഇത് ഗുണകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണം. ഏഷ്യ കപ്പിനിടയിലെ പാകിസ്ഥാന്റെ സമ്മർദ്ദതന്ത്രങ്ങൾ വിഫലമായി. UAEക്കെതിരായ മത്സരത്തിന്റെ അവസാന നിമിഷവും ബഹിഷ്കരണ ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ കളിക്കേണ്ടി വന്നു. ICCയുടെ ശാസന നേരിടുന്നു. അതിനുശേഷം നടപടി ഉണ്ടാകുമെന്ന സൂചന കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 1 മണിക്കൂർ വൈകിയാണ് ഇത് കാരണം മത്സരം ആരംഭിച്ചത്. MG മിഥുൻ, നടപടിയിലേക്ക് അത്തരമൊരു ആലോചന ICCയിലുണ്ടോ?
രഞ്ജിത്ത്, സ്വാഭാവികമായ ഒരു നടപടിയെടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു നടപടി ഒരു ക്രിക്കറ്റ് ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ കൃത്യസമയത്തിന് പങ്കെടുക്കുക എന്നുള്ളത് ടീമുകളുടെയും ഒപ്പം തന്നെ പാക് ക്രിക്കറ്റ് ബോർഡിന്റെയും ഒക്കെ ഒരു ചുമതല തന്നെ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു നടപടി ക്രിക്കറ്റ് ബോർഡിന്റെ അത് ഏത് തരത്തിലായാൽ പോലും അങ്ങനെ ഒരു നടപടി ഒരു ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. പക്ഷേ മറിച്ച് ഇന്നലെ UAE ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് ഈ ഹസ്തദാന വിവാദവുമായി ബന്ധപ്പെട്ട് നേരത്തെ ടൂർണമെന്റ് ബഹിഷ്കരിക്കും നടക്കുമുള്ള കടുത്ത ഭാഷയിലുള്ള മറുപടി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. മാച്ച് റഫറിയെ മാറ്റണം, അതല്ല എങ്കിൽ ഞങ്ങൾ ബഹിഷ്കരിച്ച് ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നുള്ള വലിയൊരു ഭീഷണിയായിരുന്നു അവർ മുഴക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടി ഒരുപക്ഷേ ഈ ആന്റി പൈക്രോഫ്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു നടപടി ICC സ്വീകരിക്കുമെന്ന് കരുതിയെങ്കിൽ പോലും തന്നെ പ്രഥമ ദൃഷ്ടിയാലോ അല്ലെങ്കിൽ വസ്തുതപരമായോ ഒരു തരത്തിലും നടപടിയെടുക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമാണ് മാച്ച് റഫറിക്ക് മേലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ICC നേതൃത്വം എത്തുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പാക് ക്രിക്കറ്റ് ബോർഡ് എത്തിയത് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അങ്ങനെയെങ്കിൽ ICC-യിൽ ചില നിയമങ്ങളുണ്ട്. ഇങ്ങനെ ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് ക്രിക്കറ്റ് താരങ്ങൾ പെരുമാറിയാൽ അല്ലെങ്കിൽ ഒരു ടീം പെരുമാറിയാൽ അവർക്കെതിരെ കടുത്ത പിഴയും ഒപ്പം തന്നെ കടുത്ത വിലക്കടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്താനും ICC-ക്ക് അധികാരമുണ്ട്. ആ അധികാരം ഈ കാര്യത്തിൽ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് സൂപ്പർ 4-ലേക്ക് കൂടി കടക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ മറ്റൊരു പോരാട്ടത്തിന് കൂടി വേദി ഒരുങ്ങിയിരിക്കുന്ന ഒരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടികളിലേക്ക് പോകുക അല്ലെങ്കിൽ പിഴ തുക ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് ICC നേതൃത്വം പോകുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യം പരിശോധിച്ചു വരികയാണ്. സ്വാഭാവികമായ ഒരു നടപടി പാകിസ്ഥാൻ ടീമിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്തെ ധർമ്മസ്ഥല ബംഗ്ലഗുഡയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ SIT സംഘം ശേഖരിച്ചു. കുട്ടിയുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെ 7ഓളം തലയോട്ടികളും അസ്ഥികളുമാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. മഹസർ തയ്യാറാക്കാനായി കഴിഞ്ഞയാഴ്ച ബംഗ്ലഗുഡയിൽ എത്തിയപ്പോഴാണ് ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന നിലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ധർമ്മസ്ഥല ബംഗ്ലഗുഡെ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ SIT സംഘം ശേഖരിച്ചു. പരിശോധനയിൽ മന്ത്രവാദത്തിന് ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന വസ്തുക്കളും സ്ത്രീയുടെ സാരിയും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച വിറ്റൽ ഗൗഡിയുമായി മഹസർ തയ്യാറാക്കാനായി സ്ഥലത്തെത്തിയപ്പോഴാണ് ഇവ കണ്ടെത്തിയത്. തലയോട്ടിയുടെ വലിപ്പമനുസരിച്ചാണ് ലഭിച്ച അവശിഷ്ടങ്ങളിൽ ഒന്ന് കുട്ടിയുടേതാണെന്ന് സംശയിക്കുന്നത്. കുട്ടിയുടെയും സ്ത്രീയുടെയും ഉൾപ്പെടെ 7ഓളം അസ്ഥികൾ കണ്ടെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട മഹസർ തയ്യാറാക്കാനായി കഴിഞ്ഞ ആഴ്ച ബംഗ്ലഗുഡയിലെത്തിയപ്പോഴാണ് SITയെ ഞെട്ടിച്ചുകൊണ്ട് വസ്തുക്കൾ കണ്ടെത്തിയത്. ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിലായിരുന്നു അസ്ഥികൂടങ്ങൾ കാണപ്പെട്ടത്. വനം വകുപ്പിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും അനുമതി ലഭിച്ചതോടെയാണ് വനമേഖല കേന്ദ്രീകരിച്ച് അസ്ഥികൂടങ്ങൾ ശേഖരിക്കാനായി SIT സംഘം വീണ്ടും എത്തിയത്. ഇന്നും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തിരച്ചിലുണ്ടാകും. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായാണ് തിരച്ചിൽ. ന്യൂസ് 18 ധർമ്മസ്ഥല.
ശബരിമലയിൽ ദർശനം നടത്തി രാഹുൽ മങ്കൂട്ടത്തിൽ. പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രനട തുറന്നപ്പോഴാണ് രാഹുൽ ദർശനത്തിനെത്തിയത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെയൊക്കെ തിരക്കിലാണ് പമ്പയും ശബരിമലയും മറ്റും. ഭക്തജന തിരക്കിനിടയിൽ രാഹുലിനെ കണ്ടു അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. പുലർച്ചെയാണ് രാഹുൽ സന്നിധാനത്തെത്തിയത്. പമ്പയിൽ നിന്ന് കെട്ടുമുറുക്കി സന്നിധാനത്തെത്തി ദർശനം നടത്തിയതിനു ശേഷം ഈ തിരക്കിനിടയിലെല്ലാം നമുക്കറിയാം രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ സന്നിധാനത്തെത്തിയത്. ദർശനം കഴിഞ്ഞതിനു ശേഷം ഈ തിരക്കിനിടയിൽ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാനില്ല. പക്ഷേ അദ്ദേഹം ദർശനം നടത്തുന്ന MLA നിലയ്ക്ക് തന്നെ വളരെ കാണാൻ പറ്റി. അതിനിടയ്ക്കാണ് അദ്ദേഹം ദർശനം നടത്തി മലയിറങ്ങിയിട്ടുള്ളതാണ് നമുക്കറിയില്ല. കൂടെ ആരുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമല്ല. തിരക്കായിരുന്നു, വലിയ തിരക്കാണ് അനുഭവിച്ചത്. പുലർച്ചെ 4 മണിയോടാണ് ദർശനം നടത്തിയത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. രാഹുൽ മങ്കൂട്ടത്തിൽ ശബരിമലയിൽ ദർശനം നടത്തിയ വിവാദങ്ങൾക്കിടെ, കേസുകൾക്കിടെ, അന്വേഷണങ്ങൾക്കിടെയാണ് രാഹുൽ ഇപ്പോൾ ശബരിമലയെത്തി അയ്യപ്പനെ കണ്ട് തൊഴുത് മടങ്ങിയിരിക്കുന്നത്. കാട്ടാന ഭീതിയിൽ മൂന്നാർ. പടയപ്പയെ കൂടാതെ കാട്ടാന കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു. ആനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റ് തകർന്നു. വഴിയോര കടകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. വാഹനത്തിനും കേടുപാടുകൾ പറ്റി. ദേവികുളം ലാക്കാട് സ്വദേശി ജോർജ് മുക്കത്തിന്റെ വീടിന് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന ആനകൾ മുറ്റത്ത് കിടക്കുകയായിരുന്ന കാറും ആക്രമിച്ചു. രാത്രി ഒരു 12:30 മണിക്ക് ഞാനൊരു ശബ്ദം കേട്ട്, ഗേറ്റിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് 3 ആന, ഒരു പിടിയാനയും 2 കുഞ്ഞുങ്ങളും ഇവിടെ വീട്ടിന്റെ മുറ്റത്തോട്ട് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് ഇവിടെ തടന്ന് ഒരു മണിക്കൂറോളം ഇവിടെ തന്നെ കഴിഞ്ഞു കൂടി. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഇവര് ഈ കാറിൽ ചാരിക്ക് അതിനകത്ത് ഒരു കുത്തിയിട്ടുണ്ട്. കാറിൽ കുത്തിയിട്ട് 2 തുള വീണിട്ടുണ്ട്, ഹോൾ വീണിട്ടുണ്ട്. പടയപ്പ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെരിയവര പാലത്തിന് സമീപം 2 വഴിയോര കടകൾ നശിപ്പിച്ചു. കടയിലുണ്ടായിരുന്ന പൈനാപ്പിൾ, ചോളം തുടങ്ങിയവ അകത്താക്കി. പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും കാട് വിട്ടിറങ്ങുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. അടിമാലി 14 മൈൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. കൃഷിയിടത്തിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ അറിയിച്ചതോടെ വനംവകുപ്പ് പരിശോധന നടത്തി. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 17-ാം വാർഡിന്റെ ഭാഗമായ 14 മൈൽ ഭാഗത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. പ്രദേശവാസി ബാബുവാണ് ഏലത്തോട്ടത്തിൽ പുലിയെ കണ്ടത്. ഞാൻ പണിസ്ഥലത്തേക്ക് വരുമ്പോൾ വഴിയുടെ താഴെ ഒരു പുലി നിൽക്കുന്നതായിട്ട് കണ്ടത്, ജാതിയുടെ ചുവട്ടിൽ. നല്ല വലിപ്പമുള്ള പുലിയാണ്. ഈ പുലിയെ കണ്ട് ഒച്ച വെച്ചപ്പോൾ ഈ പുലി ജാതിയുടെ പുറയിലേക്ക് മാറിപ്പോയി. പുലിയെ കണ്ടതോടെ ഭയന്ന ബാബു പഞ്ചായത്ത് അംഗത്തെയും പ്രദേശവാസികളെയും വിവരമറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം റൂബി സജി, മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം കെ ബുൾബേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തി പരിശോധിച്ചു. പുലിയുടെ കാൽപ്പാടുകൾ കണ്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ന്യൂസ് 18 ഇടുക്കി. മുന്നറിയിപ്പില്ലാതെ വീടുകൾ പൊളിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. നെടുമങ്ങാട് വെള്ളനാട്ട് റൂട്ടിലെ മുണ്ടേല മുതൽ കൂവക്കുടി വരെയുള്ള 6ഓളം വീടുകളാണ് അരുവിക്കര പോലീസിന്റെ സഹായത്താൽ റവന്യൂ, പൊതുമരാമത്ത് വകുപ്പുകൾ പൊളിച്ചുമാറ്റാനെത്തിയത്. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ചർച്ച ചെയ്യാമെന്ന തീരുമാനത്തിൽ ഉദ്യോഗസ്ഥർ മടങ്ങി. 3 വർഷം മുൻപ് സ്വകാര്യ വ്യക്തി ഈ സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണെന്ന് കാണിച്ച് ലോകായുക്തയ്ക്ക് പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം നെട്ടറച്ചിറ പൂവച്ചൽ റോഡിന്റെ നവീകരണം നടന്നു. ഇതിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശവും ഓട നിർമ്മാണം പൂർത്തിയാക്കി റോഡ് നവീകരിച്ചു. ഈ ഭാഗത്താണ് വീണ്ടും പുറമ്പോക്ക് ഭൂമി എന്ന പേരിൽ ഉദ്യോഗസ്ഥർ വീട് പൊളിക്കാനെത്തിയത്. ഇവിടെ നടക്കുന്ന ഈ ഒഴിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏരിയ അരുവിക്കര പഞ്ചായത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട വസ്തുവാണ്. ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നടക്കുന്ന ഒരു വിഷയം പഞ്ചായത്തിന് യാതൊരു ഇൻഫർമേഷനും ലഭിച്ചിട്ടില്ല. ശരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പഞ്ചായത്തുകാരാണ് പരമാധികാരി എന്നുള്ള നിലയിൽ പഞ്ചായത്തുകാരും കൂടെ വരേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്കൊരു അറിവും കിട്ടാത്ത കാരണം ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല. ഫോൺ മെസ്സേജ് വഴിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും നമുക്ക് ഇതിനകത്ത് ഒരു അനുവാദം കൊടുക്കാൻ സാധിക്കില്ല. ലോകായുക്തയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ സ്ഥലം ഏറ്റെടുക്കണമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. എന്നാൽ യാതൊരുവിധ മുന്നറിയിപ്പും സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നും കഴിഞ്ഞ റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകിയതാണെന്നും നാട്ടുകാർ അറിയിച്ചു.
പരാതിക്കാരൻ ലോകായുക്തയെ തെറ്റിദ്ധരിപ്പിച്ചാകാം വിധി നേടിയതെന്നും ഇതിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പ്രാദേശിക ജനപ്രതിനിധികൾ വിഷയത്തിൽ ചർച്ച വേണമെന്ന് വ്യക്തമാക്കിയതോടെ ഉദ്യോഗസ്ഥർ മടങ്ങി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിലെ 18 പെൺകുഞ്ഞുങ്ങൾക്ക് ഇന്നലെ കാതുകുത്തായിരുന്നു. വെറും കാതുകുത്തല്ല, ഒപ്പം സ്വർണ്ണക്കമ്മലും ഇട്ടവർ സുന്ദരികളായി. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനാണ് കൊച്ചുമിടുക്കികൾക്ക് സ്വർണ്ണ സമ്മാനം സമിതിയിൽ എത്തിച്ചത്. പൊന്നിനേക്കാൾ തിളക്കമുള്ള കുറെ ചിരികളാണ് തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ ഇന്നലെ കണ്ടത്. അച്ഛൻ്റെയും അമ്മയുടെയും മടിയിലിരുന്ന് കാതുകുത്തുന്ന കുരുന്നുകളുടെ വീഡിയോകൾ ദിവസവും കാണാറുണ്ട്. എന്നാൽ ഇന്നലെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ മടിയിലിരുത്തിയായിരുന്നു സമിതിയിലെ പെൺകുരുന്നുകൾക്ക് കാതുകുത്ത്. വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലുടനീളം 1000 കുട്ടികൾക്ക് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കമ്മൽ സമ്മാനിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തി കമ്മൽ സമ്മാനിച്ചത്. നമ്മുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ തന്നെ സ്വപ്നങ്ങളും അതോടൊപ്പം വളരും. ആ സ്വപ്നങ്ങൾ വളരുന്നതോടൊപ്പമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയ സ്വർണത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ആഭരണം എന്നുള്ള നിലയ്ക്ക് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്തുന്നത്. ചെറിയ ചടങ്ങുകളാണ്. 28 വയസ്സാവുമ്പോൾ 28 ദിവസമാവുമ്പോൾ ചരട് കെട്ട് നടത്തുന്നത് പോലെ കുറച്ചുകൂടെ ആകുമ്പോൾ പെൺകുട്ടികൾക്ക് കാതുകുത്തി കമ്മലിടൽ ചടങ്ങാണ്. പക്ഷേ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ കുടുംബങ്ങളിൽ കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്താൻ അവർക്ക് കഴിയാറില്ല. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മുടെ നാഷണൽ NGO അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണ് AKGSMA ഇങ്ങനൊരു സംരംഭം കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടത്തി വരുന്നത്. അതിലെനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരു 1000-ഓളം കുട്ടികൾക്കാണ് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് പരിപാടി നടത്തുന്നത്. ബാലികാ മന്ദിരം, ശിശുപരിചരണ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്ന് 3.5 വയസ്സുള്ള ശിവാനിയും നന്മയും ഗ്ലോറിയും മുതൽ 8 വയസ്സുള്ള അഭികാമിയും അതിഥിയും ഉൾപ്പെടെ 18 പെൺകുരുന്നുകൾക്കാണ് കാതിൽ കമ്മലിട്ടത്. കാതു വേദനിച്ചപ്പോൾ ആയമാരുടെ തണലിലേക്ക് കുഞ്ഞുങ്ങൾ ഓടിപ്പോയി. പിന്നെ കണ്ണാടിയിൽ നോക്കുന്ന തിരക്കായിരുന്നു. കണ്ടുനിന്നവരുടെയൊക്കെയും കണ്ണും മനസ്സും നിറഞ്ഞു. ഓരോ മുഖത്തും പുതിയ കമ്മൽ കിട്ടിയതിൻ്റെ സന്തോഷം. ഓരോ കണ്ണിലും സ്വർണ്ണത്തേക്കാളേറെ തിളക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മിറാഷ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തും. ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം ആസിഫും അപർണയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ്. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിനിമയ്ക്ക് മേലുള്ള പ്രതീക്ഷകളെക്കുറിച്ച് താരങ്ങൾ പങ്കുവച്ചു. സംവിധായകൻ ജിത്തു ജോസഫ്, നായകൻ ആസിഫ് അലി, ഹക്കീം ഷാജഹാൻ, ബിഗ് ബോസ് താരം അർജുൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. തിയേറ്ററുകളിൽ വൻ ഹിറ്റായി ഓടുന്ന ലോക യൂണിവേഴ്സിൽ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും ആസിഫ് അലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.